ഹലോ, ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് ഒരു അടിപൊളി മട്ടൻ ബിരിയാണിയാണ്. അപ്പോൾ ബിരിയാണി റെസിപ്പിയൊന്നും ആർക്കും പറഞ്ഞെടുക്കേണ്ട ആവശ്യമില്ല. എല്ലാവർക്കും ഈസി ആയിട്ട് വെക്കാൻ അറിയാവുന്ന ഒന്നാണ് ബിരിയാണി. ചിക്കനായാലും മട്ടനായാലും ബീഫായാലും എല്ലാവർക്കും അറിയാവുന്ന ഒന്ന് തന്നെയാണ്. അപ്പോൾ എൻ്റെ അടുത്ത് കുറച്ച് പേര് മട്ടൻ ബിരിയാണിയുടെ റെസിപ്പി ചോദിച്ചിരുന്നു. അതുകൊണ്ടാണ് ഞാനിന്ന് അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി മട്ടൻ ബിരിയാണി എങ്ങനെ റെഡിയാക്കാമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഞാനിവിടെ 1 കിലോ മട്ടനാണ് എടുത്തിരിക്കുന്നത്. കഴുകി വൃത്തിയാക്കി ചെറിയ പീസാക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കത് കുക്കറിലൊന്ന് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ അതിന് മുമ്പായിട്ട് ഇതിൽ കുറച്ച് കാര്യങ്ങൾ ചേർത്ത് കൊടുക്കാനുണ്ട്. അപ്പോൾ ഞാനിതിലേക്ക് ഒരു ചെറിയ കഷ്ണം പട്ട, 3-4 ഏലയ്ക്ക, പിന്നെ ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ചേർക്കുന്നത്. ഒരു 2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, മട്ടനിലേക്ക് ആവശ്യത്തിന് ഉപ്പ്. അപ്പോൾ ഇതെല്ലാം കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. മട്ടനിൽ നന്നായിട്ടൊന്ന് മസാല പിടിക്കുന്നവരെ തേച്ച് പിടിപ്പിച്ചതിന് ശേഷം നമുക്കത് കുക്കറിൽ വേവിച്ചെടുക്കണം. അപ്പോൾ കുക്കറിൽ ഇട്ട് കൊടുക്കുന്ന സമയത്ത് വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല. അതിൽ നിന്നുള്ള വെള്ളം മാത്രം മതി. അതുപോലെ തന്നെ ഒരുപാടങ്ങ് വെന്ത് ഉടഞ്ഞു പോകേണ്ട ആവശ്യമില്ല. ഒരു 80% കുക്ക് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഓരോ കുക്കറിലും കുക്കിംഗ് ടൈമൊക്കെ വ്യത്യാസമായിരിക്കും. അതിനനുസരിച്ച് വേവിച്ചെടുക്കുക. അപ്പോൾ ഒരു 80% വെന്ത് കഴിഞ്ഞിട്ട് നമ്മളിതിനെ കറിയാക്കുന്ന സമയത്ത് കറക്റ്റ് പാകമാവും. വേവിച്ചതിന് ശേഷം നമുക്കതൊരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ബിരിയാണിക്ക് ആവശ്യമുള്ള സവാളയും അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയൊക്കെ ഒന്ന് വറുത്ത് കോരി മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് കുറച്ച് ഗരം മസാല റെഡിയാക്കി എടുക്കണം. അപ്പോൾ നമ്മൾ ബിരിയാണിയിൽ ഫ്രഷ് ആയിട്ട് ഗരം മസാല ചേർത്ത് കൊടുക്കുമ്പോൾ നല്ലൊരു ഫ്ലേവറും ടേസ്റ്റുമാണ്. അപ്പോൾ ഇവിടെ ഞാൻ ഒരു 2 ടീസ്പൂൺ പെരിഞ്ജീരകം, 1/2 ടീസ്പൂൺ ചെറിയ ജീരകം, 1/2 ടീസ്പൂൺ കുരുമുളക്, ഒരു 5-6 ഗ്രാമ്പു, സ്റ്റാർ സീഡിൻ്റെ പകുതി, ഒരു 3-4 ചെറിയ കഷ്ണം പട്ട, 6-7 ഏലയ്ക്ക, പിന്നെ ഞാൻ ജാതിക്ക എടുത്തിട്ടുണ്ട്. അതിൻ്റെ ചെറിയൊരു ഭാഗം മാത്രം എടുത്തിട്ടുണ്ട്, പൊട്ടിച്ചെടുത്തതാണ്. ഒരുപാട് കൂടി പോകരുത്. ജാതിക്കയും കൂടി ചേർത്ത് കൊടുക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് നമ്മുടെ മസാലയ്ക്ക്. പിന്നെ ഇതിൽ ഞാൻ മല്ലിപ്പൊടി മുളക് പൊടിയൊന്നും ചേർക്കുന്നില്ല, ഇത് മാത്രമേ ചേർക്കുന്നുള്ളൂ. അപ്പോൾ ഇതെല്ലാം കൂടി നമുക്കൊരു ചെറിയ ഫ്രൈ പാനിൽ ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. ഒരുപാട് മൂപ്പിച്ചെടുക്കേണ്ട ആവശ്യമില്ല. നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുത്തിട്ട് നമുക്കത് മിക്സിയിൽ നല്ലതുപോലെ ഒന്ന് പൊടിച്ച് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് മസാല റെഡിയാക്കി എടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഇതിലേക്ക് എണ്ണ നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് ഒരു 4 സവാള എടുത്തിട്ടുണ്ട്. അത്യാവശ്യം വലിയ സവാളയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ എത്രയാണോ എടുക്കുന്നത് അതിനനുസരിച്ച് എടുക്കുക. അത് നന്നായിട്ട് ചെറുതായിട്ട് ഇതുപോലെ അരിഞ്ഞിട്ട് നമുക്കത് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അതിനുശേഷം സവാള നന്നായിട്ട് വഴണ്ട് വരുമ്പോൾ ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം. വലിയ സ്പൂണിൻ്റെ അളവാണ് പറയുന്നത്, 1 ടേബിൾ സ്പൂൺ. പിന്നെ ഇതിലേക്ക് ഞാൻ പച്ചമുളക് ഒരു 6-7 പച്ചമുളക് നന്നായിട്ടൊന്ന് ചതച്ചെടുത്തതാണ്. മിക്സിയിൽ നന്നായിട്ടൊന്ന് ചതച്ചെടുത്തത് 1 ടേബിൾ സ്പൂൺ എടുക്കുന്നുണ്ട്. വലിയ സ്പൂണിൻ്റെ അളവാണ്. അതും കൂടി നമുക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം അതിൻ്റെ ഒരു പച്ചച്ചവ മാറുന്നവരെ നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് മൂപ്പിച്ചെടുക്കാം. സവാള നന്നായിട്ട് വഴണ്ട് വരുന്ന സമയത്ത് നമുക്കതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, പിന്നെ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരുന്ന ഗരം മസാല, വലിയ സ്പൂണിൻ്റെ അളവാണ്, 1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഇതിലേക്ക് മല്ലിപ്പൊടിയോ മുളക് പൊടിയോ ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല. അപ്പോൾ നിങ്ങൾക്കിനി ഇത് മല്ലിപ്പൊടിയോ മുളക് പൊടിയൊക്കെ ചേർത്ത് കൊടുക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഇപ്പം ഞാൻ ഇത്ര പൊടികൾ മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് എൻ്റെ പച്ചമണം മാറുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് 2 വലിയ തക്കാളി ചേർത്ത് കൊടുക്കാം. ചെറുതാണെന്നുണ്ടെങ്കിൽ ഒരു 3 എണ്ണം എടുക്കാം. വലുത് ഞാനിവിടെ 2 എണ്ണമാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അരിഞ്ഞത് നമുക്ക് ഇതിൽ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ പെട്ടെന്നൊന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്കിത് ജസ്റ്റ് ഒന്ന് അടച്ചു വയ്ക്കാം. 2-3 മിനിറ്റ് അടച്ചു വെച്ചിട്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. വഴണ്ടി വന്നതിന് ശേഷം ഇതിലേക്ക് നമുക്ക് 2 ടീസ്പൂൺ തൈര് ചേർത്ത് കൊടുക്കാം. അധികം പുളിയില്ലാത്ത തൈരാണ്. അതിനുശേഷം കുറച്ച് മല്ലിയില, കുറച്ച് പുതിനയില. മല്ലിയിലയിൽ അത്ര പുതിനയില എടുക്കേണ്ട, കുറച്ച് മതി. പിന്നെ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ നാരങ്ങ നീര്, അതെല്ലാം കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. തൈരും മല്ലിയിലയും പുതിനയിലയും നാരങ്ങ നീരും എല്ലാം കൂടി നന്നായിട്ട് മസാലയിൽ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി നമുക്കിതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന മട്ടൺ ചേർത്ത് കൊടുക്കാം. അപ്പോൾ മട്ടണിൽ കുറച്ച് വെള്ളമുണ്ട്, അത് കുഴപ്പമില്ല. മസാലയൊക്കെ നന്നായിട്ടൊന്ന് പിടിച്ച് നല്ലതുപോലെ ഒന്ന് തിളച്ച് വരുമ്പോഴത്തേക്ക് വെള്ളമൊക്കെ ഒന്ന് വറ്റിപ്പോവും. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ചെറിയ തീയിൽ വെച്ചിട്ട് നന്നായിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കുക. ഇളക്കി കൊടുത്തു കഴിഞ്ഞിട്ട് നല്ലതുപോലെ ഒന്ന് ഗ്രേവിയാക്കി എടുത്താൽ മാത്രം മതി. അപ്പോൾ നമ്മുടെ മസാല ഏകദേശം റെഡി ആയിട്ടുണ്ട്. വെള്ളമൊക്കെ വറ്റി നല്ലതായിട്ട് അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് കാര്യങ്ങൾ ചേർത്ത് കൊടുക്കാനുണ്ട്. നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന സവാളയിൽ നിന്ന് ഇതിലേക്ക് കുറച്ച് ചേർത്ത് കൊടുക്കാം. ഒരുപാടൊന്നും വേണ്ട, വളരെ കുറച്ച് മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇതും കൂടി ചേർത്ത് കൊടുക്കുമ്പോൾ കറിക്ക് നല്ലൊരു ടേസ്റ്റും ഫ്ലേവറുമാണ്. പിന്നെ ഇതിലേക്ക് ഞാൻ 1/2 ടീസ്പൂൺ നെയ്യ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്.
അപ്പോൾ നെയ്യ് ചേർത്ത് കൊടുക്കാൻ നിങ്ങൾക്ക് ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കാം. പക്ഷേ ഇത് രണ്ടും കൂടി ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റും ഫ്ലേവറുമാണ്. അപ്പോൾ ഇതെല്ലാം കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിനി സ്റ്റവ് ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനിയിപ്പം ഈ ഗ്രേവി ഇത്രയും തന്നെ വേണം. ഇതിനി തണുക്കുമ്പോൾ കുറച്ചുകൂടി ഒന്ന് കട്ടിയാവും. അപ്പോൾ നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചോറും കൂടി ഒന്ന് വേവിച്ചെടുക്കാം. ഞാനിവിടെ ജീരകശാല റൈസാണ് എടുത്തിരിക്കുന്നത്. ഒരു 3 ഗ്ലാസ് അരി എടുത്തിട്ടുണ്ട്. നന്നായിട്ട് കഴുകിയതിന് ശേഷം അരമണിക്കൂർ വെള്ളത്തിലിട്ട് കുതിർത്ത് ഊറ്റി വെച്ചിരിക്കുന്ന അരിയാണ്. അപ്പോൾ നിങ്ങൾക്ക് ബസുമതി റൈസാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ അതെടുത്താൽ മതി. ഏത് റൈസ് ആയാലും കുഴപ്പമില്ല. അപ്പോൾ ഞാനിവിടെ വെള്ളം വറ്റിച്ചാണ് എടുക്കുന്നത്, റൈസ് ഊറ്റി എടുക്കുന്നില്ല. അപ്പോൾ 3 ഗ്ലാസ് അരിക്ക് ഒരു 6 ഗ്ലാസ് വെള്ളം വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് അപ്പോൾ നിങ്ങൾക്ക് ഊറ്റി എടുക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്തെടുക്കാം. അപ്പോൾ ഇതിലേക്ക് ഞാനൊരു 1 ടീസ്പൂണോളം നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഇതിലേക്ക് ഹോൾ മസാല ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ കുറച്ച് ഗ്രാമ്പൂ എടുത്തിട്ടുണ്ട്, കുറച്ച് ഏലക്ക, സ്റ്റാർ സീഡ്, ഒരു 3 കഷ്ണം പട്ട, ചെറിയ കഷ്ണം പട്ടയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതെല്ലാം കൂടി നമുക്ക് വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ചോറിന് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് വെള്ളം നന്നായിട്ടൊന്ന് തിളയ്ക്കാനായിട്ട് വെക്കാം. വെള്ളം നന്നായിട്ടൊന്ന് തിളച്ച് വരുന്ന സമയത്ത് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ വെള്ളം തിളച്ച് വരുന്ന സമയത്ത് ഓയിൽ ഒഴിച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ചോറ് ഒട്ടിപ്പിടിക്കുന്ന ഒരു പ്രശ്നം വരത്തേയില്ല. നല്ല പെർഫെക്റ്റായിട്ട് ചോറ് കിട്ടും. അപ്പം വെള്ളം നന്നായിട്ട് തിളച്ചതിന് ശേഷം നമുക്കിതിലേക്ക് റൈസ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കൊരു അടപ്പ് വെച്ച് അടച്ച് വയ്ക്കാം. എന്നിട്ട് ഹൈ ഫ്ലെയിമിൽ തീ ഇട്ട് കൊടുക്കുക. തീ വെച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് തിളച്ച് വന്നതിന് ശേഷം നമുക്ക് മീഡിയം ഫ്ലെയിമിലോട്ട് തീ മാറ്റി റൈസ് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഏകദേശം വെള്ളമൊക്കെ പറ്റി റൈസ് ഇതേ ഒരു പരുവാകുമ്പോഴത്തേക്ക് നമുക്കിതിലേക്ക് 1 ടീസ്പൂണോളം നാരങ്ങാനീര് ചേർത്ത് കൊടുക്കാം. നാരങ്ങാനീര് ചേർക്കുമ്പോൾ റൈസ് കുറച്ചുകൂടി ഒന്ന് സോഫ്റ്റ് ആവും. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് വീണ്ടും ഒന്ന് അടച്ചു വയ്ക്കാം. കുറച്ചുകൂടി ഒന്ന് വെള്ളം വറ്റി വരാനുണ്ട്. ഒന്നും കൂടി മീഡിയം ടു ലോ ഫ്ലെയിമിൽ തീ വെച്ചിട്ട് അടച്ചു വെച്ച് റൈസ് നന്നായിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ശരിക്കും പെർഫെക്റ്റായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഒട്ടിപ്പിടിക്കുന്ന പ്രശ്നമോ കാര്യങ്ങളൊന്നുമില്ല. വെള്ളമൊക്കെ വറ്റി നല്ലതായിട്ട് ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ദം ചെയ്തെടുത്താൽ മതി. അപ്പോൾ ആദ്യം തന്നെ ഞാൻ മുകളിൽ നിന്ന് കുറച്ച് ചോറ് മാറ്റിയതിന് ശേഷം കുറച്ച് ചോറ് അടിയിലിട്ടിട്ടാണ് മസാല ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണോ ഇഷ്ടം അതിനനുസരിച്ച് ഇത് ദം ചെയ്തെടുക്കാം. എല്ലാ മസാലയും അടിഭാഗത്ത് ഇട്ടിട്ട് മുകളിൽ ചോറിടുന്ന രീതിയിലായാലും ചെയ്തെടുത്താൽ മതി. ഇപ്പോൾ ഞാൻ കുറച്ച് ചോറ് അടിയിൽ ഇട്ടതിന് ശേഷം മധ്യഭാഗത്ത് മസാല ഇട്ട് അതിൻ്റെ മുകളിൽ ചോറിട്ട് ഫില്ല് ചെയ്താണ് എടുക്കുന്നത്. അപ്പോൾ എങ്ങനെയാണോ നിങ്ങൾക്ക് ഇഷ്ടം അതിനനുസരിച്ച് ഇത് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഞാൻ അടിയിലിട്ട ചോറിലേക്ക് കുറച്ച് കുരുമുളക് പൊടി, കുറച്ച് ഗരം മസാലയും കൂടി ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. വളരെ കുറച്ച് മതി, ഒരു 1/4 ടീസ്പൂണിനടുത്ത്. പിന്നെ വറുത്ത് വെച്ചിരിക്കുന്ന സവാള അണ്ടിപ്പരിപ്പും കൂടി ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ നെയ്യ്, പിന്നെ കുറച്ച് കളറിന് വേണ്ടിയിട്ട് മഞ്ഞൾപ്പൊടി ഒന്ന് കലക്കി എടുത്തിട്ടുണ്ട്, അതും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ മല്ലിയില പുതിനയിലയും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന മട്ടൻ്റെ മസാല എല്ലാം അതിലേക്ക് വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് മസാലയുടെ മുകളിലേക്ക് നേരത്തെ കോരി മാറ്റി വെച്ചിരുന്ന പകുതി ചോറും കൂടി നന്നായിട്ട് ഇട്ട് എല്ലാം നന്നായിട്ടൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ കുരുമുളക് പൊടിയും മസാലയും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. വറുത്ത സവാള, അണ്ടിപ്പരിപ്പ്, മല്ലിയില, കുറച്ച് നെയ്യ്, പുതിനയില, പിന്നെ കളറിന് വേണ്ടിയിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് ഞാൻ കുറച്ച് പൈനാപ്പിൾ എസൻസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഇല്ലയെന്നുണ്ടെങ്കിൽ ഇത് തീർച്ചയായിട്ടും ഒഴിവാക്കാം. ഞാൻ കുറച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എൻ്റെ ഫ്ലേവറും കൂടെ ആകുമ്പോഴത്തേക്ക് കുറച്ചൊരു ടേസ്റ്റ് കൂടുതലാണ്. ഒരുപാടൊന്നും വേണ്ട, വളരെ കുറച്ച് മാത്രം ആ മുകളിലത്തെ ചോറിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. അപ്പോൾ ബിരിയാണി നല്ലൊരു സ്മെല്ലായിരിക്കും. അതിനുശേഷം ഇത് നമുക്കൊരു ഫോയിൽ പേപ്പർ വെച്ചൊന്ന് കവർ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഒരു അടപ്പ് വെച്ച് അടച്ചു കൊടുക്കുക. ബാക്കി വരുന്ന ഫോയിൽ പേപ്പർ നന്നായിട്ടൊന്ന് കവർ ചെയ്തെടുക്കുക. അതിനുശേഷം നമുക്കിതൊരു പഴയ ഫ്രൈ പാൻ ഉണ്ടെങ്കിൽ അതിൻ്റെ മുകളിലേക്ക് മാറ്റി വയ്ക്കാം. എന്നിട്ട് ലോ ഫ്ലെയിമിൽ തീയിട്ട് കൊടുക്കുക. ഒരു 5 മിനിറ്റ് മാത്രം മതി. അതിനുശേഷം സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുത്തിട്ട് ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്കിത് ഓപ്പൺ ചെയ്ത് നോക്കാം. അപ്പോൾ ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിത് ഓപ്പൺ ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മുടെ അടിപൊളിയായിട്ടുള്ള മട്ടൻ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ചൂടോടുകൂടി തന്നെ സെർവ് ചെയ്യാം. അപ്പോൾ നമുക്കിത് എങ്ങനെ വേണമെങ്കിലും മിക്സ് ചെയ്തെടുക്കാം. ആദ്യം മുകളിലത്തെ ചോറ് ഒന്ന് മിക്സ് ചെയ്ത് കോരി മാറ്റിയതിന് ശേഷം മസാല കോരി എടുക്കാം. അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് സെർവ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനൊരു പ്ലേറ്റിലോട്ടെല്ലാം മാറ്റിയിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക.
പിന്നെ ഇതിൻ്റെ കൂടെ സലാഡോ തൈര് സലാഡോ ഒക്കെ ഉണ്ടെങ്കിൽ സൂപ്പറായിരിക്കും. പിന്നെ ഞാൻ പുതിനയില ചമ്മന്തിയും ബീറ്റ്റൂട്ട് ചമ്മന്തിയൊക്കെ റെസിപ്പി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ അത് കണ്ടു നോക്കുക. പിന്നെ ഇതുപോലെ തന്നെ ബിരിയാണി റെഡിയാക്കി നോക്കില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ പുതിയ നല്ല റെസിപ്പിയായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്